ഇന്ന് 2025 മെയ് 18 ഇന്ത്യയിലും കേരളത്തിലും പ്രധാനപ്പെട്ട 20 വാർത്താ തലക്കെട്ടുകൾ ചുവടെ. ഇസ്രോയുടെ PSLV-C-61 വിക്ഷേപണം പരാജയപ്പെട്ടു. EOS-09 ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കുന്നതിൽ പരാജയം നേരിട്ടു. മൂന്നാം ഘട്ടത്തിൽ സമ്മർദ്ദം കുറയുകയായിരുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ DGMO തലത്തിൽ ചർച്ചകൾ. ഇരു രാജ്യങ്ങളും മെയ് 18 വരെ തീരദേശവിരാമം നീട്ടിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ നടക്കാനുണ്ട്. ഉത്തർപ്രദേശിലെ ബറേലിയിൽ ലൈംഗികാതിക്രമം കേസ്. 8 പേർക്ക് FIR രജിസ്റ്റർ ചെയ്തു. അമിത് ഷായുടെ അഹമ്മദാബാദ് റാലി. പ്രധാന രാഷ്ട്രീയ പ്രസംഗം നടത്തി. മുൻപ് വിവാഹം കഴിച്ചയാൾ മൂന്നാമത്തെ ഭാര്യയെ കൊന്നു. ഉത്തർപ്രദേശിൽ വിവാഹം കഴിഞ്ഞ് ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഭാര്യയെ കൊന്ന കേസിൽ അന്വേഷണം. മൺസൂൺ കേരളത്തിൽ ശക്തമായി. കേരളം, അസം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ശക്തമായ മഴ. ഉത്തരേന്ത്യയിൽ ചൂട് തുടരുന്നു. നീറ്റ് SS 2024 കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. രജിസ്ട്രേഷൻ തീയതികൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാനെ ആശങ്കയിലാക്കി. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരസംഘടനാ പ്രവർത്തകരെ തുരത്തുന്നു. പ്രധാന ഭീകരരെ പിടികൂടി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രോയുടെ പരാജയത്തെക്കുറിച്ച് വിശദീകരണം നൽകി. പരാജയത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ചു. ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 4 പേർക്ക് അഴിമതി കേസ്. വ്യവസായിയിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചതായി ആരോപണം. കോഴിക്കോട് 21 വയസ്സുകാരൻ അപ്രത്യക്ഷമായി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം സ്വർണ്ണ വായ്പ തട്ടിപ്പ് കേസിൽ പ്രതി ഒളിച്ചോടി. പോലീസ് അന്വേഷണം തുടരുന്നു. മലപ്പുറം മനുഷ്യഭക്ഷി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ട്രാക്കിംഗ് ആരംഭിച്ചു. കാസർകോട് യുവാവ് 8.5 കോടി രൂപയുടെ ജാക്ക്പോട്ട് നേടി. ദുബായിൽ 15 വർഷത്തെ ശ്രമത്തിനൊടുവിൽ വിജയിച്ചു. കേരള സ്കൂൾ കലോത്സവം 2025. തൃശൂർ ജില്ല ചാമ്പ്യൻ. 25 വർഷത്തിനു ശേഷം വിജയിച്ചു. പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടെങ്കിലും കൂടുതൽ പുരോഗതി ആവശ്യം. സർക്കാർ 5000 കോടി രൂപ ചെലവിട്ടു. കോട്ടയം സിനിമാ പ്രേമിയും സ്വർണ്ണ വായ്പ തട്ടിപ്പ് പ്രതിയും ഒളിച്ചോടി. പോലീസ് അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം യമൻ പൗരൻ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കണ്ടതിന് തടവു ശിക്ഷ. കോടതി വിധി പ്രസിദ്ധീകരിച്ചു. കൊച്ചി ജെഹോവാസ് വിറ്റ്നസുകൾക്ക് മരണഭീഷണി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും തത്സമയ അപ്ഡേറ്റുകൾക്കുമായി വിശ്വസനീയമായ വാർത്താ പോർട്ടലുകൾ സന്ദർശിക്കുക.